അംഗീകരിച്ചിട്ടില്ല. രണ്ടുപേർ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യണം? വിവാഹം കഴിക്കണേ, നിക്കാഹ് ചെയ്യണേ. ആര്? രണ്ടുപേരും സ്വന്തം പോയി നിക്കാഹ് ചെയ്താൽ പോരാ. രണ്ടുപേരും സ്വന്തമല്ല നിക്കാഹ് ചെയ്യേണ്ടത്. പിന്നെയോ ഈ പെണ്ണിന്റെ പിതാവാണ് ഈ പെണ്ണിനെ സ്വീകരിക്കാൻ തയ്യാറായ പുരുഷന് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോഴാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമാകുന്നത്. പെണ്ണിന്റെ വലിയാരാണോ അയാളാണ് നിക്കാഹ് ചെയ്തു കൊടുക്കേണ്ടത്. രണ്ടുപേരും ഒളിച്ചോടി ഏതോ നാട്ടിൽ ചെന്നിട്ട് അവർ നിക്കാഹ് ചെയ്തെന്ന് അവകാശപ്പെട്ടു. സഹോദരീ, നിങ്ങളുടെ നിക്കാഹ് പവിത്രമല്ല. നിങ്ങളുടെ നിക്കാഹ് പവിത്രമല്ല. നിങ്ങളുടെ നിക്കാഹ് പവിത്രമല്ല. നിങ്ങളുടെ ബന്ധം പവിത്രമല്ല. നിക്കാഹ് ചെയ്യാൻ വാപ്പയും ഉമ്മയും വിസമ്മതിച്ചപ്പോൾ രണ്ടുപേരും ഒളിച്ചോടി. ദിവസങ്ങളോളം വിവരമില്ല. പിന്നെ നാട്ടിലേക്ക് കുടുംബക്കാർക്ക് ഒരു ഫോൺ, ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വരാം, പക്ഷേ ഉപ്പ ഞങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാമെങ്കിൽ നീ പോയി ഇഷ്ടം പോലെ ഒപ്പം ജീവിച്ച് കിടന്നുറങ്ങി സ്പർശനങ്ങളെല്ലാം കഴിഞ്ഞ് നീ അന്യ പെണ്ണിനോടൊപ്പം ദിവസങ്ങളോളം കഴിഞ്ഞുകൂടിയിട്ട് ചിന്തിക്കണേ, നീ ആ ബന്ധത്തിലേക്ക് കടക്കുന്നത് തന്നെ അല്ലാഹു നിഷേധിക്കുകയും നിരോധിക്കുകയും ചെയ്ത മാർഗത്തിലൂടെയാണ്. 21ാം നൂറ്റാണ്ട് മനസ്സിലാക്കേണ്ട വലിയ വിഷയം. കടക്കുന്നത് എങ്ങനെ? അല്ലാഹു നിരോധിച്ച മാർഗത്തിലൂടെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിരോധിച്ച മാർഗത്തിലൂടെ. എന്നിട്ട് ഉമ്മയെയും ഉപ്പയെയും വരച്ച വരയിൽ നിർത്തിയിട്ട് നിക്കാഹ് ചെയ്യുകയാ. ശ്രദ്ധിക്കണമേ, നിക്കാഹ് എന്ന് പറയുന്ന പവിത്രമായ ബന്ധം സ്ഥാപിക്കപ്പെടേണ്ടത് എപ്പോഴാ? ഭാര്യ ഭർത്താക്കന്മാരെന്ന ബന്ധം സ്ഥാപിക്കപ്പെടേണ്ടത് ഏതവസ്ഥയിലാണ്? ഒന്നാം നിക്കാഹ് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിക്കാഹ് നടക്കുന്നത് സ്വർഗത്തിലാണ്. മഹർ കൊടുക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചു. ആദം അലൈഹിസ്സലാമിന് അറിയില്ല എന്താണ് മഹർ കൊടുക്കേണ്ടത്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലി. അതാണത്രേ ആദം അലൈഹിസ്സലാം മഹറായി കൊടുത്തത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം, അന്ന് സ്വലാത്ത് ഉണ്ടോ? ഉണ്ട്. ആദമിനെങ്ങനെ സ്വലാത്ത് മനസ്സിലായത്? അലൈഹിസ്സലാം ആദം അലൈഹിസ്സലാം മലക്കുകൾ ചൊല്ലുന്ന സ്വലാത്ത് കേട്ടിട്ടുണ്ട്. മലക്കുകൾ ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമാ. മലക്കുകൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. ആ സ്വലാത്ത് ആദം അലൈഹിസ്സലാം കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പരിചയമുള്ള സ്വലാത്താണ് മഹറായി ആദം അലൈഹിസ്സലാം കൊടുത്തത്. എന്നിട്ടോ സ്വർഗത്തിൽ ആ വിവാഹം നടക്കുന്നത്. അത് ആ സ്വർഗത്തിലുള്ള മുഴുവൻ സൃഷ്ടി മുഴുവൻ ആളുകളും പങ്കെടുക്കുകയായി, മലക്കുകൾ സംബന്ധിക്കുകയായി, ഹൂറികൾ പങ്കെടുക്കുകയായി. മനുഷ്യവർഗത്തിലെ ആദ്യത്തെ നിക്കാഹ്. എന്റെ പ്രിയമുള്ളവരെ, ഏതെങ്കിലും പീഡികക്കോലായിൽ പോയല്ല നിക്കാഹ് ചെയ്യേണ്ടത്. ഏതെങ്കിലും പീഡികക്കോലായിൽ പോയല്ല ഈ പവിത്രമായ ബന്ധം സ്ഥാപിക്കപ്പെടേണ്ടത്. ഏതെങ്കിലും നാട്ടിലേക്ക് ഒളിച്ചോടിയിട്ടല്ല. കുടുംബത്തിന്റെ സാന്നിധ്യത്തില്, നാട്ടുകാരുടെ സാന്നിധ്യത്തില്, വേണ്ടപ്പെട്ടവരുടെ സാന്നിധ്യത്തില് ഒന്നാം നിക്കാഹ്, ഒന്നാമത്തെ നിക്കാഹ്, ഒന്നാമത്തെ കല്യാണം തന്നെ പഠിപ്പിക്കുന്നതാ. എങ്കിലേ പവിത്രമായ ബന്ധമാകൂ. അങ്ങനെ ആദ്യത്തെ ബന്ധമുണ്ടായി മനുഷ്യ ചരിത്രത്തിൽ. അതേതാ? അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ്. ഹവ്വ അലൈഹിസ്സലാം ആദം അലൈഹിസ്സലാമിന്റെ ഭാര്യ, ആദം അലൈഹിസ്സലാം ഭാര്യയാകുന്ന ഹവ്വായുടെ ഭർത്താവാണ് എന്റെ സഹോദര. അതായത് ഭാര്യ ഭർത്തൃ ബന്ധമാണ്. ഏറ്റവും പവിത്രമായ ബന്ധമാണ് ഇതെന്റെ സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി വിച്ഛേദിക്കപ്പെടേണ്ട ബന്ധമല്ല ഇത്. ശ്രദ്ധിക്കണമേ, നിസ്സാരമായ പ്രശ്നങ്ങൾ പറഞ്ഞാണ് ബന്ധങ്ങൾ തകർന്നു പോകാറുള്ളത്. എനിക്കറിയാം, ഈ ചെറിയ ആയുസ്സിനിടയിൽ ഒരുപാട് കുടുംബപരമായ പ്രശ്നങ്ങളിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് കുടുംബപരമായ പ്രശ്നങ്ങളിൽ അങ്ങനെ ത്വലാഖിന്റെ വക്കോളമെത്തിയ പ്രശ്നങ്ങളായി പലതും ഞാൻ ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പലതും ചർച്ച ചെയ്യുമ്പോൾ നിസ്സാരമായ കാരണങ്ങൾ എന്റെ സഹോദര
നിസ്സാരമായ കാരണങ്ങൾ. കേൾക്കണേ, അല്ലാഹുവിനെ സാക്ഷി നിർത്തി നടത്തുന്ന ബന്ധമായത്. നിക്കാഹ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാൽ മനസ്സിലാകും. നിക്കാഹ് ചെയ്തു കൊടുക്കുന്ന ഖാളി പറഞ്ഞു കൊടുക്കുന്ന വചനമുണ്ട്, ഉസവ്വിജുക അലാമാ അമറല്ലാഹു തആല മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. ഉസവ്വിജുക, ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു, അലാമാ അമറല്ലാഹു ബി, അല്ലാഹു കൽപ്പിച്ച പോലെ. ചിന്തിക്കണം, അല്ലാഹു കൽപ്പിച്ച പോലെ. ഒളിച്ചോടുന്ന പെൺകുട്ടി അല്ലാഹു കൽപ്പിച്ച പോലെ അല്ല. അവൾ ഒളിച്ചോടിപ്പോയി ഏതോ നാട്ടിൽ പോയിട്ട് പറയാണ്, ഞാൻ എൻ്റെ വാപ്പല്ല, എൻ്റെ വാപ്പ എൻ്റെ കുടുംബനെ ഒഴിവാക്കി, ഞങ്ങൾക്കൊന്ന് കല്യാണം ചെയ്തു തരണം. ഒന്നുകിൽ നല്ല രീതിയിൽ നീ ഇവളെ സംരക്ഷിച്ചു നിലനിർത്തണം. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, ശ്രദ്ധിക്കണം, ബന്ധം സ്ഥാപിക്കപ്പെടാ, ബന്ധം ചെറുതല്ല. ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ നീ ഒഴിവാക്കി കൊടുക്കണം. നല്ല രീതിയിൽ ഇവളെ നീ സംരക്ഷിച്ചു നിലനിർത്തണം. നിനക്കതിന് കഴിയില്ലേ? നല്ല രീതിയിൽ ഇവളെ നീ ഒഴിവാക്കി കൊടുക്കണേ. ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അല്ലാഹുവിനെ സാക്ഷി നിർത്തിയായി ബന്ധം തുടങ്ങുന്നത് തന്നെ, പറയുന്ന വാക്ക് തന്നെ എന്താ? നല്ല നിലയ്ക്ക് ഇവളെ നീ സംരക്ഷിക്കണേ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കണം, മാന്യനായ ഒരു ഭർത്താവ് ഭാര്യയോട് കാണിക്കേണ്ട ബന്ധത്തിന്റെ, ഭാര്യയുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കേണ്ട രീതി എങ്ങനെയാണ് എന്റെ സഹോദര? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരനോട് വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നി ഉരീദു അൻ അൻകിഹ, നബിയെ ഞാൻ നിക്കാഹ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നബിയെ, എന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ട് യാ റസൂലല്ലാഹ്. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ശ്രദ്ധിക്കണം, മാന്യനായ ഒരു ഭർത്താവിന്റെ സ്വഭാവം എന്താണ്? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി, ഞാൻ നിക്കാഹ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഈ ചെറുപ്പക്കാരൻ മുത്തുനബിയോട് പറഞ്ഞു. ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? ഇന്ന ദിവസമാണ് എന്റെ നിക്കാഹ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നാലിന്ന ദിവസം നമ്മളെ നാട്ടിലൊക്കെ നിക്കാഹ് ഇന്നാലിന്ന ദിവസം തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് ചോദിക്കൽ എന്താ? എന്തടോ നിക്കാഹിന് ഗാനമേള വേണ്ടേ? ആരെയാ ഏൽപ്പിക്കേണ്ടത്? എന്നോടൊരാൾ പറഞ്ഞു. അയാൾ പക്ഷെ പറഞ്ഞാൽ നല്ലത്, എന്നോട് പറഞ്ഞു ബുർദ മജ്ലിസ് ഉണ്ട് നല്ലത്. റബീഉൽ അവ്വൽ ഞാനുമായി ബന്ധമുള്ള ഒരു സഹോദരൻ, ആ സഹോദരന്റെ മകന്റെ കല്യാണം എന്നോട് പറഞ്ഞു, ബുർദ മജ്ലിസ് ഉണ്ട്, റബീഉൽ അവ്വലിലെ കല്യാണം, മുത്തുനബിയുടെ മദ്ഹാകട്ടെ. എന്നയാൾ പല സ്ഥലങ്ങളിലും പോയാലും നിങ്ങൾക്കറിയുമോ, തമ്മാടികളുടെയും തമ്മാടിനികളുടെയും ഗാനമേളകൾ കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബിനോട് ഇയാൾ പറഞ്ഞു, ഞാൻ നിക്കാഹ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് നബിയെ, ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ? അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വലാത്തു ചൊല്ലാം, വിഷയം മാത്രം പറഞ്ഞുള്ളൂ നമ്മൾ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സഹോദരനോട് പറയുകയാണ്, അയ്യാൻ തുത്ഇമഹാ ഇദാ തഇംത, നീ ഭക്ഷണം കഴിക്കുമ്പോൾ അവൾക്കും നീ ഭക്ഷണം നൽകണം. എന്താണ് പറഞ്ഞത്? നിനക്ക് ഭക്ഷണം കഴിക്കാനുള്ള കഴിവുണ്ടോ, അവസ്ഥയുണ്ടോ, അവൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. നിനക്ക് വസ്ത്രം ധരിക്കാനുള്ള അവസ്ഥയുണ്ടോ, നീ അവൾക്കും വസ്ത്രം ധരിപ്പിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സഹോദരനോട് മുത്തുനബി പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് വലാ തുഖബ്ബിഹ്, നീ ഒരിക്കലും അവളെ വലാ തുഖബ്ബിഹ്, ചീത്ത വിളിക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നീ അവളെ ചീത്ത വിളിക്കരുത്, അവരെ നീ ഇൻസൾട്ട് ആക്കരുത് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. എവിടെയാണ് കുടുംബ ജീവിതത്തിലെ ബന്ധങ്ങൾ തകർന്നു പോകുന്നത്? എവിടെന്നാ? ചെറിയ ചെറിയ വാക്കുകളിൽ നിന്നാണ്, ചെറിയ ചെറിയ വാക്കുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു
കല്യാണം ഇഷ്ടമില്ലാതെ നടക്കാറില്ലല്ലോ, ഉണ്ടോ? 2 മാസം കഴിഞ്ഞു, ശരീരം സ്പർശിക്കാൻ ഈ പെണ്ണ് സമ്മതിച്ചില്ല. 2ാം മാസമാണ് പെണ്ണ് പറയുന്നത്, ഇല്ല, നിങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, വാപ്പക്ക് വേണ്ടി സമ്മതിച്ച നിക്കാഹാണിത്, ഉമ്മാക്ക് വേണ്ടി ഞാൻ സമ്മതിച്ച കല്യാണമാണ്. പക്ഷേ അധികം അങ്ങനല്ലല്ലോ, ഇഷ്ടപ്പെട്ടാണല്ലോ വിവാഹം നടക്കാറുള്ളത്. ശ്രദ്ധിക്കണമേ എന്റെ സഹോദര, 2 കുടുംബക്കാരും തമ്മിൽ ഇഷ്ടായി, പിന്നെ എങ്ങനെ ഇത് വേർപിരിഞ്ഞെടുത്ത് തെക്കണത്? അത് തന്നെയാ ശ്രദ്ധിക്കേണ്ടത്. ചെറിയ ചെറിയ വാക്കുകളാണ്. ഈ പെണ്ണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഭർത്താവിന്റെ ഉമ്മയുടെ കുത്തു വാക്കുകളാ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി കെട്ടിച്ചയക്കലാം നമ്മുടെയൊക്കെ സംസ്കാരം തന്നെയാണ്. പെണ്ണു ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്ന രീതി. അപ്പൊ ഈ പെണ്ണു നിൽക്കുന്നത് ഭർത്താവിന്റെ വീട്ടിലാണ്. നല്ല സ്നേഹത്തിൽ നടന്ന കല്യാണം. 2 മാസം ഒരു കുഴപ്പവുമില്ല. 3ാം മാസം മുതൽ പ്രശ്നമായി. എവിടെന്നാ പ്രശ്നം തുടങ്ങിയത്? നിങ്ങൾ ആലോചിച്ച് നോക്കണ്ടേ, സംസാരത്തുനിന്നാവും. ചിന്തിച്ചിട്ടുണ്ടോ? സംസാരത്തിൽ നിന്നാവും. എന്റെ ആ ഉമ്മയുടെ വാക്കുകൾക്ക് പറ്റുന്നില്ല. ഉമ്മ അങ്ങനെ പറഞ്ഞു, വാപ്പ ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് തന്നെയല്ലേ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി നിക്കാഹിന്റെ വേദിയിൽ ഓതാറുണ്ടായിരുന്ന ഒരായത്തുണ്ടായിരുന്നു. എന്റെ സഹോദര, എത്ര അർത്ഥവത്താണ് അത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. നല്ല വാക്കേ പറയാവൂ, നല്ല വാക്കേ പറയാവൂ, നല്ല വാക്കേ പറയാവൂ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആന്റെ ആയത്ത് മുത്തുനബി പല നിക്കാഹിന്റെ വേദികളിലും ഈ ആയത്ത് ഓതാറുണ്ടായിരുന്നു. നല്ല വാക്കേ ഉച്ചരിക്കാവൂ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഹദീസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. ആ ഹദീസിൽ റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറാ. അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും ഒരാൾക്ക് വിശ്വാസമുണ്ടോ, അയൽവാസിയെ ആദരിച്ചു കൊള്ളട്ടെ. പിന്നെ പറഞ്ഞു മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമാ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഒരാൾക്ക് വിശ്വാസമുണ്ടോ, അയാൾ അയാളുടെ കുടുംബ ബന്ധം ചേർത്തുകൊള്ളട്ടെ. ഇനി ശ്രദ്ധിക്കണം. എന്നിട്ട് മുത്തുനബി പറയുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വലിയ ബന്ധമുണ്ട് എന്റെ സഹോദര. പിന്നെ പറയുന്നതും മേലെ പറഞ്ഞതും മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ ഔ ലിയസ്മുത്. അല്ലാഹുവിലും അന്ത്യദിനത്തിലും ഒരാൾക്ക് വിശ്വാസമുണ്ടോ, അയാൾ നല്ലത് പറഞ്ഞോട്ടെ, നല്ലത് പറയാൻ കഴിയില്ലേ മിണ്ടാതിരുന്നോട്ടെ. പലപ്പോഴും ബന്ധങ്ങളിൽ വിള്ളൽ തുടങ്ങുന്നത് സംസാരങ്ങളിൽ നിന്നാണ്. സംസാരങ്ങളിൽ നിന്ന് ആ സംസാരങ്ങളിലേക്ക് എത്തിക്കുന്നത് പലപ്പോഴും പ്രവർത്തനങ്ങളിലെ മോശമാകാം. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബന്ധങ്ങൾ തകർന്നു പോകുന്നത് ശ്രദ്ധിക്കണേ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്, സഹോദരാ, നീ മാന്യനാകണം നിന്റെ കുടുംബത്തിൽ. ഭർത്താവിന്റെ പിശുക്ക് മാറാൻ ദുആ ചെയ്യണേ. അപ്പാ സഹോദരി ഇത്ര വിഷമിക്കണ്ടാവും. പക്ഷേ അന്നാ നല്ല പിശുക്കാന്ന് ഇപ്പൊ എനിക്ക് അറിയില്ലട്ടോ. മംഗളത്തിന് ഗാനമേള നടത്തണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടുള്ള പിശുക്കാണോ ഉദ്ദേശിച്ചത്? അല്ലാഹു അഅലം. അതല്ല, ഭാര്യ മക്കൾക്ക് വേണ്ടതൊന്നും ചെയ്തു കൊടുക്കാത്തതിന്റെ പിശുക്കെന്നാണോ പറഞ്ഞത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖൈറായ വിഷയത്തിലാണ് പിശുക്ക് കാണിക്കുന്നതെങ്കിൽ, ഖൈറായ വിഷയത്തിലാണ് പിശുക്ക് കാണിക്കുന്നതെങ്കിൽ അയാൾക്ക് അല്ലാഹു വിശാല മനസ്കത കൊടുക്കുമാറാകട്ടെ. തെറ്റായ കാര്യങ്ങളിലാണ് പിശുക്ക് കാണിക്കുന്നതെങ്കിൽ ആ നന്മ അല്ലാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് പറയാം, നീ നിന്റെ കുടുംബത്തിൽ മാന്യനായി നിലനിൽക്കണം. അപ്പോഴേ കുടുംബ ബന്ധം നിലനിർത്താനും കഴിയും. അതിൽ നീ പ്രവൃത്തിയിൽ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞത്, ഭാര്യക്ക് നിന്റെ കുടുംബത്തിന് ധരിക്കാനുള്ള വസ്ത്രം നീ വാങ്ങിച്ചു കൊടുക്കണം, ഭക്ഷണം നീ നൽകണം. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ പോരാ, നീ നിന്റെ നാവ് സൂക്ഷിക്കണേ. അവളെ ഇൻസൾട്ട് ആക്കുന്നൊരു വാക്കും നീ പറയാൻ പാടില്ല. അത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും. പുണ്യ നബി എന്നിട്ട് പറഞ്ഞു, നീ
ദേഷ്യം പിടിച്ചു, അമിതമായി ദേഷ്യമായി. അങ്ങനെ നീ അടിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അടിക്കുകയാണെങ്കിൽ തന്നെ വലാ തളർബിൽ വജ്ഹ, നീ അവളുടെ മുഖത്തടിക്കാൻ പാടില്ലെന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. ബന്ധം എന്താ? മുഖത്തടിക്കാന്നല്ല, മോശം. എത്ര അമിതമായി കോപിച്ചിട്ടാണ് മുഖത്ത് നീ അടിക്കരുത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. എന്താ ബന്ധങ്ങളിൽ വലിയ വിള്ളലുണ്ടാവും. ചില ആള് പറയാറില്ലേ, എന്താ അയാള് ചെയ്തതും ഞാൻ പുറത്തു കൊടുക്ക ഉസ്താദേ, പക്ഷേ അയാൾ ചെയ്തത് എന്റെ മനസ്സിനോട് പോകില്ല. ബന്ധങ്ങൾ രണ്ടാമത് വിളക്കി ചേർക്കാൻ ശ്രമിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബന്ധം തുടങ്ങുമ്പോൾ ആ ബന്ധം പിന്നെ ഒരിക്കലും വിളക്കി ചേർക്കാൻ കഴിയാത്ത വിധം അറ്റുപോകുന്നതൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്റെ സഹോദര, നമ്മൾ ഈ വിഷയം, കുടുംബം എന്ന വിഷയം നമ്മൾ വിശാലമായൊരു ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് സമയമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുമുണ്ട്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. ഈ വിഷയകമായി ഒറ്റ ഹദീസ് കേട്ടോളൂ. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ഏറ്റവും ഉത്തമനാരാണെന്നറിയുമോ? ഏതു ഘട്ടത്തിലും തന്റെ സഹധർമ്മിണിയോട്, തന്റെ ഭാര്യയോട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നവനാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അന ഖൈറുക്കും ലി അഹ്ലി, ഞാൻ എന്റെ കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് ബന്ധം എന്തെങ്കിലും കുറ്റം കുറവുകളും കണ്ടെത്തി ബന്ധം വിച്ഛേദിക്കാനല്ല ശ്രമിക്കേണ്ടത്, വിച്ഛേദിക്കപ്പെടുന്ന ബന്ധങ്ങൾ വിളക്കി ചേർക്കാനാ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ കരഞ്ഞു പോകുന്ന ഒരു രംഗമുണ്ട് എന്റെ സഹോദര, കേൾക്കേണ്ടതാ. നമ്മൾ അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തിനോടനുബന്ധമായ രംഗമുണ്ടായത്, റസൂലുള്ളാഹിക്ക് വഫാത്തിനോടനുബന്ധമായ രോഗം പിടിപെടുന്നത് തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പനിയായിരുന്നല്ലോ. അതിന്റെ തുടക്കം ഒരു സ്വഹാബിയുടെ ഖബറടക്കം നടക്കുകയാണ്. അതിൽ മുന്നണി പങ്കെടുത്തു. വെയിലൊക്കെ കൊണ്ടുവല്ലാത്ത ക്ഷീണം, തലവേദന. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് വന്നു. ആയിഷ ബീവിയുടെ വീട്ടിൽ വന്നിട്ട് ആയിഷയോട് പറഞ്ഞു, ആയിഷ വല്ലാതെ തലവേദനയാകുന്നുണ്ട് ആയിഷ. അത് ആയിഷ ബീവിയോട് പറഞ്ഞപ്പോ ആയിഷ ബീവി എന്താ പറഞ്ഞത്? നബിയെ, അങ്ങയെക്കാളും വലിയ തലവേദന ഉണ്ട് എനിക്കിപ്പോൾ. നിങ്ങൾ കേൾക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പുഞ്ചിരി തൂകുകയാ. എന്താ കാരണം? ദേഷ്യം പിടിച്ചിട്ട് അവിടെ കാര്യമില്ല. കുടുംബത്തോട് ഏതു ഘട്ടത്തിലും മാന്യമായി പെരുമാറുന്നവന് നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒറ്റ വാക്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ദേഷ്യം പിടിക്കേണ്ട ഘട്ടത്തിൽ പോലും തന്റെ സഹധർമ്മിണിയോട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിയുന്നവൻ, അവനാണ് നല്ലവൻ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നേ, ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാ. എന്നാൽ കേട്ടോളൂ എന്റെ സഹോദരങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോഗം ഊർജിച്ചല്ലോ. പനിയായി, തലവേദനയായി രോഗം ഊർജിച്ചു. വല്ലാത്ത വിഷമകരമായ ഘട്ടമായി. ചിന്തിക്കണേ നിങ്ങൾ. ചില ആൾക്കാരൊക്കെ ദേഷ്യം പിടിച്ചിട്ട് വയസ്സാം കാലത്ത് പോയിട്ടും പെണ്ണിട്ടില്ല. ശരിയാവില്ല, എന്നെ നോക്കാൻ വേറൊരാളെന്ന് പറയാം. എന്നെ നോക്കാൻ ഒരാൾ. നിങ്ങൾ പഠിക്കണ്ടേ? നമ്മൾ ഈ പെണ്ണ് കെട്ടിനോണ്ടല്ല വിഷയം. പെണ്ണ് 2, 3, 4 വരെ കെട്ട, അതിന്റെ അപ്പുറത്തേക്ക് പാടില്ല. പക്ഷേ ഖുർആൻ പറഞ്ഞതെന്താ? ഖുർആൻ പറഞ്ഞത് പൂർണ്ണമായ നീതി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. ചില ആളുകൾ ആദ്യത്തതിനായിട്ട് വിട്ടേച്ചിട്ട് പോയിട്ട് വേറെ കല്യാണം എടുക്കണം. പെണ്ണ് കെട്ടിയിട്ട് പിന്നെ അവിടെ കൂടുതലായി. കേൾക്കണേ, വഅന ഖൈറുകും ലി അഹ്ലി,
ഞാൻ എന്റെ കുടുംബത്തോട് നല്ല രീതിയിൽ വർത്തിക്കുന്നു. ഇതേ അല്ലാഹുവിന്റെ ഹബീബല്ലേ രോഗം ഊർജിച്ചപ്പോ തന്റെ ഭാര്യമാരെ വിളിച്ചു. 9 ഭാര്യമാരെയും 8 ആളുകളെയും വിളിച്ചിട്ട് പറഞ്ഞു, തന്റെ ഭാര്യമാരോട് ഞാൻ രോഗിയാ, നിങ്ങളുടെ വീട്ടിലേക്കൊന്നും എനിക്ക് വരാൻ കഴിയില്ല, ഞാൻ എന്റെ ആയിഷയുടെ വീട്ടിൽ രോഗിയായി കിടന്നോട്ടയാ. ഏത് ആയിഷയാ? ഈ രോഗം തുടങ്ങുമ്പോഴാ പുണ്യനബി തലവേദനയാകുന്നുവെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നുമല്ല വലിയ തലവേദന, നിങ്ങളെക്കാളും വലിയ തലവേദന എനിക്കിപ്പോഴുണ്ടെന്ന് പറഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹാ എന്താണ് പഠിപ്പിക്കുന്നത്? ബന്ധങ്ങൾ ഒരിക്കലും വിച്ഛേദിക്കപ്പെടരുത്, ബന്ധങ്ങൾ വിളച്ചിക്ക് ചേർക്കുകയാണ് ചെയ്യേണ്ടത്. ചെറിയ കാര്യത്തിന് ചെറിയ കാര്യമാണ്. കാരണം എന്താ? ഈ വാപ്പാക്കും ഉമ്മാക്കും ഒരു തോന്നൽ ഉണ്ടാവും എന്നാ പറഞ്ഞു കേൾക്കണേ. ഞാൻ കേൾക്കണെന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഞാൻ ആ പ്രായത്തേക്ക് എത്തിയിട്ടില്ല. ആ പ്രായത്തിലേക്ക് എത്തിയാൽ ഒരു പക്ഷേ എനിക്കും ഉണ്ടാവുമോ എന്നറിയില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയില്ല. എന്താ മോന് കൂടുതലൊരു ചായ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ഒരു തോന്നൽ ഇങ്ങനെ വാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവും. വാപ്പാർക്ക് ചിലപ്പോൾ കുറവാകും, ഉമ്മാർക്ക് അത് കൂടുതലാവും. അതിന്റെ പേരിലാവും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എന്റെ മോനെ ഭാര്യ വീട്ടുകാർ തെറ്റിയെടുക്കൂ, അതിന്റെ പേരിലായിരിക്കാം, ആ മനോവികാരത്തിൽ നിന്നാകാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ശ്രദ്ധിക്കണമേ. ഒരൊറ്റ കാര്യം ഞാൻ പിന്നെ വേറെ പല സ്ഥലത്തും സ്വർണത്തിന്റെ പേരിൽ, സ്ത്രീധനത്തിന്റെ പേരിൽ, സ്വത്തിന്റെ പേരില്ലേ 2 ഏക്കർ തരാന്ന് പറഞ്ഞിരുന്നു. പിന്നെ അയാൾ റൈസ് എടുത്തപ്പോ 1 ഏക്കർ 96 സെന്റ് ഉള്ളല്ലോ, 6 സെന്റ് എവിടെ പോയി? നീ എന്തിനാ ഓള കുട്ടിക്ക് അയാള് കൊടുത്ത വിഷയത്തിൽ നീ എന്തിനാ ഇടപെടണം? അവർ കൊടുക്കാതെ എന്തും ചെയ്തോട്ടെ, അത് പറ്റില്ല. ആ 4 സെന്റ് എവിടെ പോയി? എടി വാങ്ങിക്കൊണ്ട് പാടി. എനിക്കറിയാം എന്റെ സഹോദര, ഇന്നും അയാൾ കണ്ണുനീർ കുടിക്കുകയാണ്. സൗദിയുടെ ചുട്ടുപൊള്ളുന്ന മടരാരണ്യത്തിലൂടെ അടിയിലും റോഡ് ചുട്ടുപൊള്ളുകയാ, മുകൾ ഭാഗത്ത് സൂര്യന്റെ ചൂടാ. വണ്ടി ഓടിച്ച് വിയർത്തൊലിക്കുന്ന ആ സഹോദരന്റെ മുഖം ഞാൻ ഇപ്പോഴും കാണുകയാ. എന്നോട് പറഞ്ഞു, കല്യാണം നടക്കുന്ന സമയത്ത് എനിക്ക് വലിയ സാമ്പത്തിക നല്ല ജോലിയുണ്ട്, അവസ്ഥയുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞിരുന്നു 2 ഏക്കർ സ്ഥലം തരാമെന്ന്. ഇയാള് പറയുകയാണ്, എന്റെ മകളെ കല്യാണം കഴിച്ചതോ എന്റെ പെങ്ങളുടെ മകൻ തന്നെയാ. എന്റെ പെങ്ങളുടെ മകൻ തന്നെയാ കല്യാണം കഴിച്ചത്. 2 ഏക്കർ സ്ഥലം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ആ ജോലി എനിക്ക് പോയി, ലാഭങ്ങളില്ലാതെയായി, കഷ്ടപ്പെട്ടാ ഞാൻ ജീവിക്കുന്നത്. ആകെ ഒരു മോളാ എനിക്കുള്ളത്, ഉള്ളതൊക്കെ ഉണ്ടാക്കി അവൾക്ക് കൊടുക്കാമെന്ന് കരുതിയിരുന്നു. ആൺമക്കൾ പിന്നെ അവർ സ്വയം അധ്വാനിച്ച് ജീവിച്ചു കൊള്ളുമല്ലോ. കേൾക്കണോ? ഇയാള് പറയുകയാണ്, ജോലി നഷ്ടപ്പെട്ടു, അത് കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമല്ല, വിവാഹം നടക്കുന്ന സമയത്ത് സെന്റിന് 1000 2000 ഒക്കെ വിലയുള്ളൂ. ഇപ്പൊ ലക്ഷങ്ങളാ, എനിക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്റെ മോൾക്ക് എന്റെ സ്വന്തം പെങ്ങളുടെ വീട്ടിൽ പോലും സമാധാനമില്ല. എന്റെ മോൾ കരഞ്ഞു രാവുകൾ തീർക്കുകയാ. കേട്ടോളൂ എന്റെ സഹോദര, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദർ മുത്തനബി പരിചയപ്പെടുത്തിയല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും 4 വിഭാഗം ആളുകൾക്കൊഴികെ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംറിൻ സലാം. ലൈലത്തുൽ ഖദർ അല്ലാഹു അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിയുന്ന രാവാണല്ലോ. ആ രാവിലെ അല്ലാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കും 4 വിഭാഗത്തിനൊഴികെ. ഹബീബായ റസൂലുള്ളാഹി എന്നുകയാണ്. കേൾക്കണേ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലമ തങ്ങൾ പറഞ്ഞു, 1 മുദ്മിനുൽ ഖംറി
കള്ള് സ്ഥിരമായി കള്ള് കുടിക്കുന്ന ആൾക്ക് ലൈലത്തുൽ ഖദറിന്റെ രാവിലെ അല്ലാഹു പുറത്തു കൊടുക്കില്ല. പിന്നെയോ അഖുൽ വാലിദൈൻ, നമ്മുടെ വിഷയത്തിൽ വരുന്നതാണ് മാതാപിതാക്കളെ അവരോട് അപമര്യാദയായി പെരുമാറുന്നവർ, അവരോടുള്ള കടമകളും കടപ്പാടുകളും മറന്നു പോകുന്നവർ, അത് നിർവഹിക്കാത്തവർ ശ്രദ്ധിക്കണം. മൂന്നാരാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാതിഉർ റഹിം. നിങ്ങൾ ശ്രദ്ധിക്കണേ, കേൾക്കണേ. ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിച്ചു കളയുന്ന ആൾ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ പോലും അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. നല്ലോണം ശ്രദ്ധിച്ചോളൂ. അല്ലാഹു കാക്കട്ടെ. നമ്മുടെ ഒരു വാക്ക് കുടുംബബന്ധം വിച്ഛേദിക്കപ്പെടാൻ ഇടയായോ? ചില ആൾക്കാർ എന്റെ ചെറിയതാണ് പ്രായം, കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും വലിയൊരു മഹല്ലത്തിന്റെ ചുമതലയുള്ള ചെറിയൊരു മനുഷ്യൻ എന്ന നിലക്ക് പല കാര്യത്തിൽ ഇടപെടുമ്പോൾ ചില ആൾക്കാർ എന്താ പറയാറ്, പിള്ളേർ വന്നിട്ട് പറയുന്നത്, ഞാനും ഓളൊക്കെ നല്ല നിലക്ക് പോണം തന്നെയാണ്, പക്ഷേ പാപ്പയും സമ്മതിക്കുന്നില്ല, വാപ്പയും ഉമ്മയും സമ്മതിക്കുന്നില്ല. കേട്ടോളോ, ഒരു ബന്ധം വിച്ഛേദിക്കപ്പെടാൻ നമ്മളെ കാരണക്കാരായാൽ അല്ലാഹുവിന്റെ അർശിന്റെ കാലുകൾ പോലും വിറച്ചു പോകാം. ത്വലാഖ് നമ്മളോട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അർശ് പോലും കിടിലം കൊള്ളും. ഒരു ത്വലാഖ് ചൊല്ലുമ്പോൾ, ബന്ധം വിച്ഛേദിച്ചെറിയുമ്പോൾ കേൾക്കണോ നിങ്ങൾക്ക്, ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെന്താ? അബ്ഗദുൽ ഹലാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഹലാലുകളിൽ ഏറ്റവും കോപമുള്ള ഒന്നാണ് ത്വലാഖ്. അതുകൊണ്ട് പുരുഷന്റെ കയ്യിലുള്ള കാര്യമാണിതെന്ന് കരുതിയിട്ട് ഓനതുകൊണ്ട് മാഞ്ഞാലും കളിക്കരുത്, അത് തമാശയാക്കരുത്. അല്ലാത്തൊരു കാര്യം റബ്ബ് കയ്യിൽ തന്ന് നിങ്ങൾ ആലോചിക്കണേ, അള്ളൊരു ഒരധികാരം കയ്യിൽ തന്നിട്ട് ദുർവിനിയോഗം ചെയ്യുകയോ ഏറ്റവും നല്ലവനാരാ? ഈ പെണ്ണിന്റെ സ്വഭാവത്തിൽ കുറച്ച് മോശം ഉണ്ടെന്ന് വെക്കാം, പെണ്ണിനെ നന്നാക്കാൻ നല്ല വഴിയുണ്ട്. എന്താ വഴി? പെണ്ണിനെ നന്നാക്കാനുള്ള വഴി പെണ്ണിനെ ചീത്ത പറയലല്ല. ചില ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. പെണ്ണിനെ നന്നാക്കാൻ കഴിയും നിർമ്മലമായ സ്നേഹത്തിലൂടെ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ ഞാൻ ഇടപെടേണ്ട ഒരു വിഷയമുണ്ട്. എന്താ വിഷയം എന്ന് പറയുന്നത്? ഇവനെ ഓളെ സംശയം ആദ്യം കുടുങ്ങിയത്, പിന്നെ അവൻ ആടന്നെ പോവാതായി, പിന്നെ ഓളെ ഉമ്മാനി സംശയം, ഓളെ ജേട്ടത്തിയൻ പറ്റിമാരെ മുഴുവൻ സംശയരോഗി എന്ന് പറയുന്നത് വലിയ അപകടമാണ്. നീ അവളെ നിർമ്മലമായി സ്നേഹിക്കണമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. നിർമ്മല സ്നേഹമാണ് ബന്ധം നിലനിൽക്കാൻ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നുവെന്ന് ഞാൻ എല്ലാം പറയണല്ലോ. രണ്ട് ശ്രദ്ധിക്കോ. രണ്ടാമത്തെ ബന്ധമേതാണ്? രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള ബന്ധമാണ്. ഇന്നത്തെ കാലം വളരെ ഗൗരവത്തോടെ പറയേണ്ട വിഷയം. രണ്ട് മക്കളുള്ള പെണ്ണ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞത് എന്റെ ത്വലാഖ് കൊണ്ട് തന്നാളേ. കേൾക്കണേ നിങ്ങൾ. എന്താ ഇവള് വേറൊന്നുമല്ല, ഓക്ക് വീടെടുക്കാൻ വേണ്ടി പൈസ അയച്ചു കൊടുത്തു. അവളാണ് വീട് പണിയെടുപ്പിച്ചത്. വീട് പണിയെടുപ്പിക്കുന്ന സമയത്ത് ആശാരിപ്പണി എടുത്ത ഒരുത്തനുണ്ടായിരുന്നു. ആശാരിപ്പണി എടുത്ത ഒരുത്തനുമായി ഇവൾ പ്രേമബദ്ധയായതാണ്. എന്നിട്ട് ഇവൾ വിളിച്ചു പറയുകയാണ് ഭർത്താവിനോട്, എന്റെ ത്വലാഖ് തന്നേ. പെണ്ണേ, നീ ഭർത്താവിനോട് ത്വലാഖ് ചോദിച്ചു വാങ്ങിയാൽ നീ വാങ്ങുന്നത് എന്താണെന്നറിയാമോ? നരകത്തിന്റെ ഒരു തീക്കണലാണ് നീ ചോദിച്ചു വാങ്ങുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ചോദിച്ചേ പണ്ട് ഇയാൾ തിരക്കടൊന്നുമില്ല, അന്ന് ഗൾഫിൽ നല്ല ജോലി ഉണ്ടായില്ല. ഇപ്പൊ ഇയാൾക്കൊക്കെ പോയി, അതുകൊണ്ട് ഇനിയിപ്പോ ഇയാളെ കൂടെ ശരിയാവൂല. പിന്നെ എന്നെ കെട്ടാന്ന് വേറൊരുത്തൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ കൂടെ പോവാ.
ശ്രദ്ധിച്ചോളൂ, ഭർത്താവിന്റെ സുഖത്തിലും ദുഃഖത്തിലും ഭർത്താവിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന പെണ്ണ്, അതാ ലോകത്തെ ഏറ്റവും നല്ല പെണ്ണ്. ഹബീബായ നബി ചിന്തിച്ചു ആ ഹദീസിന്റെ അർത്ഥം എപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം. ഈ ഹദീസിന്റെ അർത്ഥം ഈ ഒളിച്ചോട്ടൊക്കെ വർദ്ധിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവണം. എന്തേ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, അദ്ദുനിയാ കുല്ലുഹാ മതാ, ദുനിയാവ് മുഴുവൻ ഗിഫ്റ്റുകളാണ്. വഖൈറു മതാഇദ് ദുനിയ